ഹലോ എവ്രിവൺ, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അഴുമാമിസ് ആണ്. അപ്പൊ എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കറിയാം അല്ലെ, നമ്മുടെ സാധാരണത്തെ ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും ഒക്കെ വരുമ്പോൾ നമുക്ക് എക്സാം എവിടെ നിന്നാണോ കഴിഞ്ഞത് അതിനുശേഷമുള്ള കുറച്ച് ഭാഗങ്ങൾ പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ആനുവൽ എക്സാം അങ്ങനെയല്ല, എല്ലാ ചാപ്റ്റേഴ്സിനും സാധ്യതകൾ ഉണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ആദ്യം മുതലുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മക്കളൊക്കെ ആദ്യത്തെ കുറേ ചാപ്റ്റേഴ്സ് ഒക്കെ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. ബട്ട് ഡോണ്ട് വറി, നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ പഠിക്കാം. അപ്പൊ ആദ്യത്തെ ബേസിക് സയൻസിലെ ചാപ്റ്റർ ആയിരുന്നു ടുവേർഡ്സ് എ 100 ഫോൾഡിൽ വിളയിക്കാം 100 മേനി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അന്വേഷിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടോപ്പിക്കുകളുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു ലെയറിംഗ് എന്ന് പറയുന്നത് അല്ലെ. ലെയറിംഗ് എന്ന് പറയുന്ന പ്രാക്ടീസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ പലതരത്തിലുള്ള കൃഷി രീതികളുണ്ട്. ലെയറിംഗ് പൊതുവെ ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ ലെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലെയറിംഗ് ഈസ് എ പ്രാക്ടീസ് ഓഫ് പ്രൊഡ്യൂസിംഗ് plantlets by cutting and planting the stem of a mother plant after generating root from it. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? സാധാരണയായിട്ട് അല്ലെ പലതരത്തിൽ പുതിയൊരു ചെടി നമ്മൾ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ വിത്ത് തൊട്ടിട്ടാണ് ഉണ്ടാക്കുന്നെങ്കിൽ അതെന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. എന്താണ്? നമ്മൾ കമ്പോ അതേപോലെ തന്നെ ഈ പറയുന്ന റൂട്ടോ ലീഫോ ഒക്കെയാണ് നമ്മൾ നട്ടിട്ട് പുതിയ തൈ ഉണ്ടാക്കുന്നെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അഥവാ എന്താണ്? കായിക പ്രജനനം. മറ്റേത് എന്താണ്? ലൈംഗിക പ്രത്യുൽപാദനമാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ലെയറിംഗ് എന്താണ്? ഈ പറയുന്ന സ്റ്റെം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്റ്റെം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതെന്താണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. അപ്പൊ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണെങ്കിൽ തന്നെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ചില ചെടികൾക്ക് അല്ലെ നമ്മൾ കമ്പ് നട്ടതുകൊണ്ട് വെറുതെ പോയിട്ട് കമ്പ് മുറിച്ചെടുത്ത് ആ കമ്പ് അങ്ങ് കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവത്തില്ല? പുതിയ പ്ലാന്റ് ആയിട്ട് അല്ലെ അത് മാറുകയില്ല. കുറച്ച് കഴിഞ്ഞാൽ അതങ്ങ് എന്ത് ചെയ്യും? ഉണങ്ങിപ്പോകും. അങ്ങനെയുള്ള കേസസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ മദർ പ്ലാന്റിൽ വെച്ചിട്ട് തന്നെ ആ കമ്പിൽ എന്ത് ചെയ്യും? വേര് മുളപ്പിക്കും. അപ്പൊ വേര് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ചെടി ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രാക്ടീസ് ആണ്. സോ ലെയറിംഗ് ഇസ് ദ പ്രാക്ടീസ് ഓഫ് പ്രൊഡ്യൂസിംഗ് പ്ലാന്റ്ലെറ്റ്സ് ബൈ കട്ടിംഗ് ആൻഡ് പ്ലാന്റിംഗ് ദ സ്റ്റെം ഓഫ് എ മദർ പ്ലാന്റ് ആഫ്റ്റർ ജനറേറ്റിംഗ് റൂട്ട് ഫ്രം ഇറ്റ്. അപ്പൊ റൂട്ട് എന്ത് ചെയ്യും? നമ്മൾ ആ മദർ പ്ലാന്റിൽ നിന്ന് തന്നെ ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ലെയറിംഗിൽ തന്നെ നമ്മളോട് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെർപെന്റൈൻ ലെയറിംഗ്. അപ്പൊ നോർമൽ ലെയറിംഗും സെർപെന്റൈൻ ലെയറിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താ? നോർമൽ ലെയറിംഗ് എന്ന് പറയുമ്പോൾ അല്ലെ അത് വായുവിലാണ്, എയറിലാണ് ഉണ്ടാവുക. എന്നാൽ സെർപെന്റൈൻ ലെയറിംഗ് നമ്മൾ ചെയ്യുക വള്ളിച്ചെടികളിലായിരിക്കും. എവിടെയാടാ? വള്ളിച്ചെടികളിൽ. അപ്പൊ നമ്മുടെ കുരുമുളക് വള്ളിയൊക്കെ ഇല്ലേ, അവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ അല്ലെ എന്ത് ചെയ്യാം? ഈ പറയുന്ന സെർപെന്റൈൻ ലെയറിംഗ് ഉപയോഗിക്കാം. അപ്പൊ ടീച്ചർ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് സ്ലൈഡ് കൂടെ കാണിച്ചു തരാണ്, മലയാളത്തിൽ മിസ് എക്സ്പ്ലെയിനും കൂടെ ചെയ്തു തരാണ് കേട്ടോ. അപ്പൊ പ്ലാന്റ്സ് ലൈക്ക് പെപ്പർ ലെയറിംഗ് ക്യാൻ ബി ഡൺ ബൈ ബെൻഡിങ് ലോങ് ബ്രാഞ്ചസ് ഇൻ ടു ദ സോയിൽ ആൻഡ് കവറിംഗ് ദ ബ്രാഞ്ചസ് വിത്ത് സോയിൽ അറ്റ് ഇന്റർവെൽസ്. അപ്പൊ നമ്മൾ ആ വള്ളിച്ചെടി ഇങ്ങനെ നീക്കിയിട്ട് മണ്ണിലേക്ക് വെക്കുക. എന്നിട്ട് മണ്ണിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക? അതിന് വേര് മുളപ്പിക്കുക. അപ്പൊ പാമ്പ് പോലെ ഉണ്ടാവില്ലേ ഈ വള്ളിച്ചെടികൾ, അതുകൊണ്ടാണ് ഇതിന് സെർപെന്റൈൻ ലെയറിംഗ് എന്നുള്ള പേര് വന്നത്. അപ്പൊ ഗുവ, കാഷ്യൂ ട്രീ, സപ്പോട്ട എന്നിവയൊക്കെ എയർ ലെയറിംഗ് ആണ്, വായുവിലാണ് പതിവെക്കൽ ചെയ്യുക അല്ലെ. ലെയറിംഗിന്റെ മലയാളം എന്താണ്? പതിവെക്കൽ എന്നാണ്. സെർപെന്റൈൻ ലെയറിംഗ് ആണെങ്കിലോ അത് ബോഗൺവില്ല, ജാസ്മിൻ, ബീറ്റിൽ, പെപ്പർ ഇതിലൊക്കെയാണ് നടത്തുക എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ നമ്മളോട് ചോദിക്കും എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലെയേർഡ് പ്ലാന്റ്, അതായത് പതിവെച്ച സസ്യത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? നിങ്ങൾ മനസ്സിലാക്കുക, മാതൃസസ്യത്തിന്റെ എക്സാക്ട് കോപ്പി ആയിരിക്കും അല്ലെ, സെറോക്സ് കോപ്പി എന്ന് പറയാം. നമുക്ക് എന്താണോ മാതൃ പ്ലാന്റിന്റെ ഗുണങ്ങൾ, അതായത് മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ, അതൊക്കെ ഈ കുട്ടി തൈച്ചെടിയിലും ഉണ്ടാവും. ദോഷങ്ങൾ ഉണ്ടെങ്കിലോ അതും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദർ ലൈഫ് സ്പാൻ ആൻഡ് സൈസ് വിൽ ബി റെഡ്യൂസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സ്പാൻ ഭയങ്കര കുറവായിരിക്കും, ആയുർദൈർഘ്യം കുറവായിരിക്കും. അതുപോലെ തന്നെ സൈസും എന്തായിരിക്കും? കുട്ടിയായിരിക്കും എന്നുള്ളത്. ഫാസ്റ്റ് ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ്, വേഗത്തിൽ കായ്ക്കുകയും ചെയ്യും അല്ലെ, വേഗത്തിൽ അതിൽ ഫലം ഉണ്ടാവും. ദർ വിൽ ബി നോ ടാപ്പ് റൂട്ട് സിസ്റ്റം അല്ലെ, ടാപ്പ് റൂട്ട് സിസ്റ്റം അതിനകത്ത് ഉണ്ടാവില്ല. അതേപോലെ തന്നെ മോർ കെയർ ഈസ് റിക്വയർഡ്, കുറേ ശ്രദ്ധിക്കണം നമ്മൾ അതിന് അല്ലെ. ഇങ്ങനെ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ അതിന് നല്ല കെയർ കൊടുക്കേണ്ട ആവശ്യം കൂടിയുണ്ട്. സോ സെർപെന്റൈൻ ലെയറിംഗ് അല്ലെങ്കിൽ ലെയറിംഗ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പോയിന്റ് മാത്രം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എ ഗ്രേഡ് ഷുവർ ആണ്. സോ അടിപൊളിയായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.